ഇന്നതാ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് എസ് എമ്മിലേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ അതാ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷാനാസിന് എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ മതി. അപ്പോൾ നമ്മൾ വരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പം ഓള് നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്. ഷാനാസിനെ പോലെ തന്നെ ബൊട്ടിക്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണലില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഓള് വീട്ടിലേക്കും പോയി നമ്മൾ നേരെ എസ് എമ്മിലേക്കും തിരിഞ്ഞിട്ടു. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് വളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വള അവിടെ നിന്ന് വാങ്ങി. അപ്പം അത് അമ്മയും റെമിയും ഷെസ്മോളൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പം ഞാനും സഫീനും കുറച്ച് എസ് എമ്മിൽ തിരിഞ്ഞ് കളിച്ചപ്പോഴത്തേക്ക് ഓരെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് ഷെസമോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് നോക്കുന്നത് ഫുള്ള് നമുക്ക് പറ്റിയതാട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞപ്പം ഷെസമോക്ക് എടുക്കാൻ വേണ്ടി നോക്കി. അങ്ങനെ കുറേ ഷോപ്പുകളിൽ നമ്മൾ കയറി കഴിച്ച് നമുക്ക് ഒന്നും അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. ഒന്നാമത് നമ്മൾ ഇങ്ങനെ വാങ്ങലില്ല, ഫുൾ സ്റ്റിച്ച് ചെയ്യലാണ്. അപ്പം നമുക്ക് ഷോപ്പിൽ തിരക്കായത് കാരണം സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ടൈമിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കിപ്പം തലേ ദിവസം കേട്ടോ നമ്മൾ പോയി വാങ്ങുന്നത്. ഇങ്ങനെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. നമ്മൾ കുറേ ഷോപ്പിൽ കയറിയിട്ട് കുറേ ഡ്രസ്സ് ട്രൈ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു. അവസാനം പിന്നെ ഒരു ഡ്രസ്സ് എടുത്തു. അപ്പം ഈ 3 അത് ഏതായിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യണം. പിന്നെ ഞാൻ ഷെസമോക്ക് ഗിഫ്റ്റായിട്ട് ബൂട്ട് ഷൂ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്കതൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഒന്നാമത് GPay ചെയ്യണമെങ്കിൽ ചാർജും വേണം, വീഡിയോ എടുക്കാനും ചാർജും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥ. ഇങ്ങനെ ഒരുവിധം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വിശന്നിട്ട് കണ്ണ് കാണില്ല കേട്ടോ. ഏകദേശം 12 മണി എങ്ങാണ്ടും ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ ടാക്കോസ് പോയി ഫുഡ് കഴിച്ചു. ടാക്കോസിലാണ് ഞാൻ അധികം പോകാറ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ മതിയാവും. ഇവിടുത്തെ ഫുഡ് ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു അഡിക്റ്റായി മാറിയിട്ടുണ്ട് ഗൈസ്. അടിപൊളി ഫുഡാണ്. അതിൻ്റെ ആ ഒരു റെഡ് കളർ വരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് കൂട്ടി കഴിക്കണം. അത് വേണമെന്നില്ല, ആ റൈസ് മാത്രം തിന്നാൻ തന്നെ ഒരു ഫ്ലേവറുമാണ്. അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ വയറ് നിറയെ ഫുഡ് കഴിച്ച് ഇന്നത് കുറച്ച് ഓവറായി പോയെന്ന് സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി നേരെ ഫ്രഷായി വേഗം പോയി കിടന്നുറങ്ങി. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ തീർന്ന്. ബർത്ത്ഡേൻ്റെ വ്ളോഗ് ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇടാട്ടോ.